ഹായ് ഗൈസ്, എല്ലാവർക്കും ഇൻസ്പയർ ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേക്ക് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ്. 30 റുപ്പീസിൻ്റെ 2 പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് പാലാണ്. തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ബേക്കിംഗ് സോഡ ചേർക്കുക. നമ്മൾ എത്രത്തോളം അളവിനാണോ ബിസ്ക്കറ്റ് എടുക്കുന്നത് ആ അളവിന് ബേക്കിംഗ് സോഡ ചേർക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അടിപൊളി കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ഗ്രൈൻഡായിട്ടൊരു പൗഡർ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സോഡാപ്പൊടി ചേർക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂണ് അത്ര എടുത്തിട്ടില്ല, അതിലും കുറച്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ബിസ്ക്കറ്റ് എടുക്കുന്നതിൻ്റെ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഒരുപാട് പാലൊഴിച്ച് വെള്ളം പോലെ ആയി പോകരുത്, ഈ ഒരു പരുവത്തിലിരിക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ്. ക്രീം ഒഴിക്കാൻ വേണ്ടി ഈ പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നന്നായിട്ട് നെയ്യ് പുരട്ടിയതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ ക്രീം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് പോർഷനൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് വേണം ക്രീം സെറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഞാനിപ്പം അത് ഫുൾ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഡിസൈൻ പോലെ ഞാനിവിടെ വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ കാഷ്യൂ നട്ട് വെച്ച് ഫുള്ളായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അടിയിൽ വെള്ളം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ അടിപൊളി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റാണ്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.